بسم الله الرحمن الرحيم. قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبضت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1011 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് താഹയിലെ 95-96 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫമാ ഖത്ബുക യാ സാമിരി ഖാല ബസർതു ബിമാ ലം യബ്സുറൂ ബിഹി ഫഖബൽതു ഖബ്ലതൻ മിൻ അസരിർ റസൂൽ ഫനബത്തുഹാ وكذلك سولت لي نفسي صدق الله العلي العظيم. സൂറത്ത് താഹയിലെ 95-96 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം തൂർ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാർഗദർശകമായ ശിലാഫലകങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പോയ ഘട്ടത്തിലാണ് ബനു ഇസ്രായേൽ സമൂഹം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ വലിയ ഫിത്നയിൽ അകപ്പെടുന്നതും വളരെ ഗൗരവമുള്ള ഒരു തെറ്റിലേക്ക് അവര് നീങ്ങുകയൊക്കെ ചെയ്യുന്നു. മൂസ അലൈഹി ഇസ്ലാമിനെ അതിനെക്കുറിച്ച് അറിയിക്കുന്നത് വഹീന്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ജനത ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടു എന്നതും അവര് വലിയ വഴികേടിലായി എന്നതുമൊക്കെ മൂസ അലൈഹി ഇസ്ലാം അറിയാൻ ഇടവരുന്നത് അങ്ങനെയാണ്. അങ്ങേയറ്റത്തെ പ്രകോപിതമായ അവസ്ഥയിൽ വലിയ മനോവിഷമത്തോടുകൂടി മൂസ അലൈഹിസ്സലാം തന്റെ ജനതയുടെ അടുക്കിലേക്ക് തിരികെ എത്തി. അതിനെ തുടർന്ന് അദ്ദേഹം 2-3 വിഭാഗങ്ങളോട് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുകയും അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുകയും ചെയ്യാം. അതിന്റെ 2 ഘട്ടങ്ങൾ നമ്മൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. മൂസ അലൈഹിസ്സലാം തന്റെ ജനതയോട് സംസാരിക്കുകയും എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എന്റെ അസാന്നിധ്യത്തില് നിങ്ങൾ തീരെ ക്ഷമയില്ലാത്തവരായി മാറിപ്പോയോ, എന്റെ അസാന്നിധ്യം അങ്ങനെ വല്ലാതെ നീണ്ടുപോയോ, നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ പറ്റാത്ത അത്രയും ദൈർഘ്യമുള്ളതായി പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോടൊരു വിശദീകരണം തേടുന്നുണ്ട്. അതിനുശേഷം മൂസ അലൈഹി ഇസ്ലാം സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിന് നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ താടിയും മുടിയൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന വിധത്തില് സംസാരിക്കുകയും അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഹാറൂൻ അലൈഹി ഇസ്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെ വായിച്ച ആയത്തുകളിൽ ആ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതിന്റെ മുമ്പ് ബനു ഇസ്രായേൽ നൽകിയ പ്രതികരണം കേട്ടു. ബനു ഇസ്രായേൽ പറഞ്ഞത്, ഞങ്ങള് സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ഇച്ഛപ്രകാരം അങ്ങനെ ചെയ്തതല്ല. ആളുകളുടെ മേൽ അവര് വഹിച്ചുകൊണ്ട് വന്ന ഒരു ഭാരിച്ച ഭാണ്ഡം അല്ലെങ്കിൽ ഭാണ്ഡങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി സാമിരി അതൊക്കെ തീയിലിട്ടപ്പോൾ ഞങ്ങളും അവന്റെ കൂടെ അത് തീയിലിടുകയായിരുന്നു.
അങ്ങനെയാണ് പിന്നെ അതിൽ നിന്ന് ഒരു ഹുവാറുള്ള ഒരു എജിലിനെ അയാള് രൂപപ്പെടുത്തിയെടുത്ത് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങള് അതിൽ വീണു പോവുകയാണ്, അകപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്നാണ് ബനു ഇസ്രായേൽ പറയുന്നത്. ഹാറൂൻ അലൈഹി ഇസ്ലാം പറഞ്ഞു, അദ്ദേഹത്തിന് തന്റെ ജനതയെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയി. അദ്ദേഹം കീഴ്പ്പെടുത്തപ്പെട്ട പോലെ അവര് ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തെ വല്ലാതെ കീഴ്പ്പെടുത്തി ഒതുക്കിക്കളഞ്ഞ പോലെയാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹം അവരെ തടയാൻ വേണ്ടി പല നിലക്കും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വിലപ്പോയില്ല. അവര് അദ്ദേഹത്തെ കൊന്നുകളയാൻ തന്നെ തുനിഞ്ഞിറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. മാത്രവുമല്ല, ബനു ഇസ്രായേൽ സമൂഹത്തില് മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തുന്നതിന്റെ മുമ്പ് ഒരു കടുത്ത നടപടിയിലേക്ക് ഞാൻ പോയിട്ട് അവർക്കിടയിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാക്കുകയും അങ്ങനെ കുറെ പേര് എന്റെ കൂടെ നിൽക്കുകയും കുറെ അധികം പേര് എനിക്ക് എന്നെ അനുസരിക്കാതെ എനിക്ക് വിധേയപ്പെടാതെ അവര് ധിക്കാരം പ്രവർത്തിക്കുന്നവരായി മാറുകയും ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറും എന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോ അവരെന്നെ കൊന്നുകളയും എന്നൊരവസ്ഥ വരെ ഉണ്ടായി. അതുകൊണ്ട് തൽക്കാലം ഞാനൊരു നടപടിക്കും പോകാതെ മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നത് വരെ കാത്തു നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം പറയുകയുണ്ടായത്. നടപടി തീർച്ചയായിട്ടും വേണ്ടി വരും, പക്ഷെ അത് മുഖ്യ ചുമതലയുള്ള ആള് മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തിയതിന് ശേഷം മതി എന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിലാണ് ഞാൻ എത്തുന്നത് എന്ന് ഹാറൂൻ അലൈഹി ഇസ്ലാം വ്യക്തമാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം സാമിരിയുടെ നേരെയാണ് തിരിയുന്നത്. 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഈ കഥയിലുള്ളത്. ഒന്ന് ഈ ബനു ഇസ്രായേൽ സമൂഹം തന്നെ, രണ്ടാമത്തത് അവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഹാറൂൻ അലൈഹി ഇസ്ലാം, മൂന്നാമത്തത് സാമിരി പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് സ്വർണമൊരുക്കി പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി ആളുകളെ അതിനെ പൂജിക്കുന്നവരാക്കി പ്രേരിപ്പിച്ച് അവരെ അതിലേക്ക് കൊണ്ടുവന്ന ആൾ. അയാളാണല്ലോ ജനങ്ങളോട് പറയുകയുണ്ടായത്, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ദൈവം യഥാർത്ഥത്തിൽ ഇതാണ്. ഇപ്പോ തീയിലിട്ട രൂപം അല്ലെങ്കിൽ തീയിലിട്ട സ്വർണ ആഭരണങ്ങളൊക്കെ ഉരുകി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടായത് ദൈവം സ്വയം അവതരിച്ചതാണ്. ഇസ്രായേലിൽ ഈജിപ്തിൽ നിന്ന് മിസ്രിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച ദൈവം ഈ ദൈവമാണ്. മൂസായുടെ ദൈവവും ഇത് തന്നെയാണ്. മൂസാക്ക് അത് ഓർമ്മയില്ലാത്തതാണ്, മറന്നുപോയതാണ് എന്നൊക്കെയാണ് അയാള് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ജനങ്ങളെ ചോദ്യം ചെയ്തു, ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ചോദ്യം ചെയ്തു. ഇപ്പോ മൂന്നാമതായിട്ട് മൂസ അലൈഹി ഇസ്ലാം സാമിരിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ഖാല ഫമാ ഖത്ബുക യാ സാമിരി, സാമിരി എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇതാണ് ചോദ്യം. ഖത്ബ് എന്ന് പറഞ്ഞാൽ വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നൊക്കെയാണ് അതിന്, അല്ലെങ്കിൽ വാർത്ത എന്നൊക്കെയാണ് അതിന്റെ സൂചന. എന്താണ് നിന്റെ അടുക്കലുള്ള വർത്തമാനം, നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നതാണ് ചോദ്യം. അപ്പൊ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ സംഭവത്തിന് 3 വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്ന് അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ സാമിരിയാണ് അവസാനമായിട്ട് അതിൽ പ്രതികരണം നൽകുന്നത്. ബനു ഇസ്രായേൽ നൽകിയ പ്രതികരണം നമ്മൾ കേട്ടു. ഹാറൂൻ അലൈഹി ഇസ്ലാം നൽകിയ പ്രതികരണവും നമുക്ക് അറിയാൻ സാധിച്ചു. മൂന്നാമതായിട്ട് സാമിരിയോടാണ് ചോദ്യം, ഫമാ ഖത്ബുക, എന്താണ് നിന്റെ ഖത്ബ്, നിന്റെ വർത്തമാനം എന്താണ്, എന്താണ് നിനക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് സാമിരിയോട് ചോദിക്കുന്നത്. അപ്പോ ഖാല, അയാൾ നൽകുന്ന മറുപടി ഇതാണ്. വളരെ സങ്കീർണത ഉള്ള ആയത്തുകളുടെ കൂട്ടത്തില് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഏറെ സങ്കീർണതയുള്ള
വ്യാഖ്യാനത്തിന് ഒരുപാട് സങ്കീർണത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരായത്താണ്. മുഫസ്സിറുകൾ വ്യത്യസ്തമായ ആംഗിളുകളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇനിയും അതിന് കൂടുതൽ വ്യക്തത നൽകുന്ന വ്യാഖ്യാനങ്ങൾക്കൊക്കെ സാധ്യതയുമുണ്ട്. ആ വിധത്തിലാണ് ഈ ആയത്തിന്റെ സ്വഭാവം. അപ്പോ സാമിരി പറഞ്ഞ മറുപടി ഇതാണ്. കാല, അയാൾ പറഞ്ഞു, ബസുർത്തു ബിമാലം യബ്സുറൂബി, അവര് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി. ബസുർത്തു, ഞാൻ കാണുകയുണ്ടായി. ബിമാലം യബ്സുറൂബി, അവര് കണ്ടിട്ടില്ലാത്ത സംഗതികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ബനു ഇസ്രായേൽ സമൂഹത്തിലെ പൊതുജനം കാണാത്ത കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ, ദൂതന്റെ കാൽപ്പാടുകൾക്ക് കീഴിൽ നിന്ന് ഞാൻ ഒരു പിടുത്തങ്ങ് എടുത്തു, ഒരു പിടിയെടുത്തു, ഒരു പിടി മണ്ണെടുത്തു എന്ന് വായിക്കാം. അപ്പോ ഖബലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിടി, ഒരു ഹാൻഡ്ഫുൾ ആയിട്ടുള്ള, ഒരു കൈക്കുമ്പിളില് എടുക്കാവുന്ന, അല്ല ഒരു കയ്യിൽ ഇങ്ങനെ പിടി, ഒരു പിടിയായിട്ട് എടുക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. ഖബലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം. ഫഖബൽതു, ഞാൻ കൈകൊണ്ട് എടുത്തു, ഖബലത്തൻ, ഒരു പിടി, മിൻ അസരി റസൂൽ, അസർ എന്ന് പറഞ്ഞാല് അടയാളം എന്നാണ് അർത്ഥം. അപ്പോ നടന്നു പോകുമ്പോ ആളുകളുടെ കാല് പതിഞ്ഞുകൊണ്ടുണ്ടാവുന്ന അടയാളത്തിനാണ് അറബിയിൽ കോമൺ ആയിട്ട് അസർ എന്ന് പറയാം. അസരി റസൂൽ, ദൂതന്റെ കാലടി, ദൂതന്റെ കാലടിയിൽ നിന്ന് ഞാനൊരു പിടിയെടുത്തു. ഫനബത്തുഹ, എന്നിട്ട് ഞാൻ അതിനെ എറിഞ്ഞു. വകദാലിക സവ്വലത് ലീ നഫ്സി, അങ്ങനെയാണ് എന്റെ മനസ്സ് എനിക്ക് തോന്നിപ്പിച്ചിട്ടുള്ളത്. എന്റെ മനസ്സ് അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടായത്. മറ്റു പലരും കാണാത്ത ചിലതൊക്കെ കാണാൻ എനിക്ക് സാധിച്ചു. അപ്പോ ഞാൻ ദൂതന്റെ ഈ കാലടി അടയാളങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ദൂതന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഇടത്ത് നിന്ന്, ആ അസറിൽ നിന്ന് ഒരു പിടുത്തം, ഒരു പിടി ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ അതിനെ എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത് എന്നുമാണ് സാമിരി ഇവിടെ പറയുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നും സാമിരി നൽകുന്നില്ല. ഇതാണ് സാമിരിയുടെ വിശദീകരണം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതാണല്ലോ, സാമിരി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം ഉന്നയിച്ച ചോദ്യം. ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് പുനരാവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബനു ഇസ്രായേൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ. അവർക്ക് വേണ്ട തസ്കിയത്തും തർബിയത്തും ഒക്കെ നൽകിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം അവരെ യോഗ്യരും പ്രാപ്തരുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും ഫലസ്തീനിലേക്ക് തിരികെ എത്തിയിട്ട് അവിടെ ശരിയായ അടിത്തറയിലുള്ള ഹക്കിന്റെയും അദലിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം പുനരാവിഷ്കരിച്ച് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരുക്കി കൂട്ടലാണ്. ഈ ബനു ഇസ്രായേൽ സമൂഹത്തിനെ അതിന് പാകപ്പെടുത്തി കൊണ്ടുവരലാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലേക്ക് അങ്ങ് പാഞ്ഞ് ചെന്ന് കയറാൻ യോഗ്യമായ അവസ്ഥയിലായിരുന്നില്ല ബനു ഇസ്രായേൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈജിപ്റ്റ് വാസക്കാലത്ത് അവര് വല്ലാത്ത ധർമ്മച്യുതിയിൽ അകപ്പെട്ടു പോവുകയും ഈജിപ്തിലും പരിസരത്തൊക്കെ ജീവിച്ചിരുന്ന ആളുകളുടെ സാംസ്കാരികമായ സകല ജീർണതകളും ഇവരെ കൂടി പിടികൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സംസ്കരിച്ച് യോഗ്യരാക്കി ഒരു വലിയ ദൗത്യം, അത് ഒരു വേൾഡ് മിഷൻ എന്ന് തന്നെ പറയാം. ലോകത്തെ മുഴുവൻ മനുഷ്യ സമൂഹങ്ങളിലേക്കും
പ്രവാചകന്മാര് പഠിപ്പിച്ച സത്യ ദർശനം എത്തിക്കുന്ന ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ. അപ്പോ ആ ദൗത്യം നിർവഹിക്കുന്ന വിധത്തിൽ അവരെ യോഗ്യരും പ്രാപ്തരും ഒക്കെ ആക്കുന്ന പ്രക്രിയയിലാണ് മൂസ അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നത്. ഇതിന് വേണ്ട പിൻബലമാവുന്ന വിധത്തിലുള്ള മാർഗദർശക തത്വങ്ങൾ പഠിപ്പിക്കുന്ന ശിലാഫലകങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാം തൂർ പർവ്വതത്തിന്റെ പരിസരത്തേക്ക് പോവുകയുണ്ടായത്. അപ്പൊ ആ ഘട്ടത്തില് സാമിരി ഇങ്ങനെ ഒരു വിക്രിയ ഒപ്പിക്കാൻ എന്താണ് നിനക്ക് കാരണമായിട്ടുണ്ടായിരുന്നത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ള മുഖ്യമായ ആശയം. ഖാല ഫമാ ഖത്ബുക യാ സാമിരി, സാമിരി എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് നിനക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, എന്താണ് നിന്റെ നിലപാട്, നീ എന്തു പറയുന്നു, ഇതാണ് ചോദ്യം. നീയും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന ഈ സമൂഹം അള്ളാഹുവിന്റെ ഏകത്വത്തില് വിശ്വാസം ഉൾക്കൊണ്ട ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ നിലക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിക്രിയ ഒപ്പിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതാണ് ചോദ്യത്തിന്റെ മർമ്മം. അതിനുള്ള മറുപടിയായിട്ട് സാമിരി പറഞ്ഞ വാക്കുകള് വളരെ ശ്രദ്ധയോടുകൂടി പഠന വിധേയമാക്കേണ്ടതുണ്ട്. രണ്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഇത് സംബന്ധമായിട്ട് പൗരാണികരും ആധുനികരുമായ ഖുർആൻ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതില് പൗരാണികര് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ ഒരു കാര്യം, അവര് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം, സാമിരി ദൂതൻ കടന്നു പോകുന്നത്, അഥവാ ഒരു മുഖ്യമായ വ്യാഖ്യാന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു പോകുന്നത് സാമിരി കാണുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാമുമായുള്ള ആ ശിലാഫലകം നൽകുന്ന, അത് ഏറ്റുവാങ്ങുന്ന ആ പ്രക്രിയയിലേക്കോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയൊക്കെ പോകുന്ന മാർഗമധ്യേ ജിബ്രീൽ അങ്ങനെ കടന്നു പോകുന്നത് സാമിരി കാണാനിടയായി. ഈ റസൂൽ എന്നതുകൊണ്ട് ജിബ്രീലാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ദൂതൻ, അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലക്കും കാണാവുന്നതാണ്. ഈ രണ്ട് വീക്ഷണമുണ്ട്. അപ്പൊ ഈ ഒന്നാമത്തെ വ്യാഖ്യാന പ്രകാരം ജിബ്രീൽ അല്ലെങ്കിൽ ദൂതൻ മൂസ അലൈഹിസ്സലാം കടന്നു പോകുന്നത് സാമിരി കാണുകയുണ്ടായി. അയാള് ദൂതന്റെ കാൽപ്പാടുകൾക്ക് കീഴിൽ നിന്നായിട്ട് ഒരു പിടി മണ്ണെടുത്തു. അത് ജിബ്രീലിന്റെ കാൽപ്പാടുകൾക്ക് കീഴിൽ നിന്നാവാം, അതല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാടുകൾക്ക് കീഴിൽ നിന്നാവാം. അവിടുന്ന് ഒരു പിടി മണ്ണെടുത്തു. ഈ മണ്ണ് വലിയ മഹത്വമുള്ള മണ്ണാണ്, അതിന് വലിയ ബറക്കത്തുണ്ട് എന്നൊക്കെയുള്ള നിലക്ക് കണ്ടുകൊണ്ട് അയാള് ഒരു പിടി മണ്ണെടുത്തിട്ട്, നേരത്തെ അയാള് ആഭരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്ന ആ സന്ദർഭത്തില് ആഭരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നതിലേക്ക് അങ്ങിട്ടു ഈ ഒരു പിടി മണ്ണ്. അപ്പൊ ആ ഒരു പിടി മണ്ണിന്റെ ദിവ്യത്വം കാരണമായി ആഭരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്ന ആ തീയിൽ നിന്ന് ആ സ്വർണം ഒക്കെ കൂടി ഒരു പശുവിന്റെ രൂപത്തില് അത് രൂപം പ്രാപിച്ചു. എന്നിട്ട് അതൊരു ഹുവാറ്, ഒരു ജീവനുള്ള പശുവിനെ പോലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോ ദൂതന്റെ കാൽക്കീഴിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് അത് തീയിലേക്ക്, ഈ സ്വർണം ഒരുക്കുന്നതിലേക്ക് ഇട്ടത് കൊണ്ട് ആ ബർക്കത്ത് കാരണമായിട്ട് ഉണ്ടായതാണ് ഈ പശുക്കുട്ടി അതിന്റെ ഹുവാറോടുകൂടി എന്നാണ് സാമിരിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം, അത്
കൂടുതലും ആധുനികരായ ഖുർആൻ വ്യാഖ്യാതാക്കളാണ് മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്നത് ഞാൻ ദൂതനിൽ അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിൽ മറ്റുള്ളവർ കാണാത്ത ചിലതൊക്കെ കാണാനിടയായി. നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഞാൻ അവര് കാണാത്ത ചിലതൊക്കെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു പോകുന്നത് ഞാൻ കണ്ടു. വേറെ ആർക്കും അത് കാണാൻ പറ്റിയിട്ടില്ല. ഞാനാണത് കണ്ടത്. അങ്ങനെ ദൂതൻ കടന്നുപോയ വഴിയിൽ നിന്ന് ഞാൻ ഒരു പിടി മണ്ണെടുത്തു എന്നാണ് ആദ്യം മനസ്സിലാക്കപ്പെട്ടതെങ്കിൽ ഇപ്പോ രണ്ടാമത്തെ വിഭാഗം ആളുകള് മനസ്സിലാക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമില് എന്ന് പറഞ്ഞാൽ അവരിലേക്ക് വന്ന ദൂതനിൽ മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത ചില സംഗതികളൊക്കെ എനിക്ക് കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ചില നിഗൂഢമായ ചില രഹസ്യമായ സംഗതികൾ. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ആദർശത്തിനോട് യോജിക്കാത്ത തരം ചില വ്യക്തിത്വപരമായ സ്വഭാവപരമായ ചില ന്യൂനതകളെ എനിക്ക് കണ്ടെത്താൻ പറ്റി. മറ്റുള്ളവർ അത് അറിയില്ല, മറ്റുള്ളവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു പിടി അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഒരു പരിധിയോളമൊക്കെ പിന്തുടർന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു. കാരണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ദൂതന്റെ കാര്യത്തിൽ കാണാൻ പറ്റിയപ്പോ പിന്നെ ഞാനത് അദ്ദേഹത്തെ പിന്തുടരുക എന്ന പരിപാടി ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. ഇതാണ് സാമിരി പറഞ്ഞ കാര്യം എന്നാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറയുന്നത്. ഇത് രണ്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് തീർത്തും ഖുർആനാണ്, അല്ലെങ്കിൽ ഖുർആൻ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ആ വാക്കുകളുടെ കൃത്യമായ സൂചന ഇതാണ് എന്നൊന്നും പറയാൻ സാധ്യമല്ല. ഒന്നാമത്തെ വിശദീകരണ പ്രകാരം സാമിരി ഈ ദൂതന്റെ ജിബ്രീലിന്റെ അല്ലെങ്കിൽ മൂസ അലി ഇസ്ലാമിന്റെ കാൽക്കീഴിൽ നിന്നൊരു പിടി മണ്ണെടുത്ത് അത് ഈ സ്വർണം ഉരുക്കിക്കൊണ്ടിരിക്കുന്ന തീയിലിട്ടപ്പോ ആ മണ്ണിന്റെ ആ ഒരു പിടി മണ്ണിന്റെ ദിവ്യത്വം കാരണമായിട്ട് ആ ഉരുക്കിക്കൊണ്ടിരുന്ന സ്വർണം ഒരു പശുക്കുട്ടിയായി വന്നു. അതൊരു ശബ്ദം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി എന്നതാണ് സാമിരി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു വിശദീകരണം. രണ്ടാമത്തത് ദൂതന്റെ ഉള്ളും പുറവും ഒക്കെ ചിലതൊക്കെ എനിക്ക് അറിയാൻ പറ്റി. മറ്റുള്ളവർക്ക് അത് അറിയില്ല. ഞാനാണ് അത് കണ്ടിട്ടുള്ളത്. ചിലതൊക്കെ എനിക്ക് അറിയാൻ പറ്റി. ഞാൻ അയാളെ പിന്തുടർന്നിരുന്നു. ദൂതനെ അയാളുടെ കാൽക്കീഴിൽ നിന്ന് ഒരു പിടി മണ്ണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അയാളെ പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്കത് ശരിയാവില്ല എന്ന് തോന്നി. ഞാനത് ഉപേക്ഷിച്ചു കളഞ്ഞു. ഈ വിധത്തിലാണ് സാമിരി പറയുന്നത് എന്നതാണ് രണ്ടാമത്തെ വിശദീകരണം. ഇത് രണ്ടും വിശദീകരണ ശ്രമങ്ങളാണ്, അവസാന വാക്കല്ല ഈ കാര്യത്തിൽ. ഈ സംഗതിയില് വേറെയും വിശദീകരണങ്ങള് ആധുനികരായ പല മുഫസ്സിറുകളും നൽകുന്നുണ്ട്. ഇനിയും വിശദീകരണ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഭാഷാപരമായ ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ ഇനിയും ശ്രമങ്ങൾ നടത്താവുന്നതാണ്. അപ്പൊ സാമിരി ഇവിടെ നൽകുന്ന വിശദീകരണം ബസുർത്തു ബിമാലം യബ്സുറൂബി, അവരാരും കണ്ടിട്ടില്ലാത്ത, ആളുകൾ കണ്ടിട്ടില്ലാത്ത ചിലതൊക്കെ എനിക്ക് കാണാൻ പറ്റി എന്നത്. വളരെ കൃത്യമായിട്ട് ഇതിനെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവിധ ദിവ്യന്മാരുടെയും ആത്മീയ ഗുരുക്കളായിട്ട് രംഗത്ത് വരുന്ന ആളുകളുടെയും ആചാര്യന്മാരുടെയും ഒക്കെ ഒരു പ്രത്യേകത ഈ ഒരു നിഗൂഢതയാണ്. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ചിലതൊക്കെ എനിക്ക് കാണാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരിൽ പലരും ദിവ്യന്മാരായി വരുന്നതും അവര് ജനങ്ങളെ വളരെ മിസ്റ്റിക്കലായ ചില സംഗതികൾ, വളരെ സീക്രട്ടീവായ കാര്യങ്ങളുടെ ഒരു പിൻബലത്തില്
അവരെ അനുയായികളാക്കി കൂടെ കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവിധ അസാധാരണത്വം ക്ലെയിം ചെയ്യുന്ന ഔലിയ എന്നോ അതുപോലെയുള്ള പേരുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിലായത്തുള്ളവരാണെന്ന് സ്വയം അവകാശപ്പെടുന്നവര് ഒക്കെയായ ആളുകൾ ഈ ഒരു നിഗൂഢതയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അസാധാരണത്വമുള്ള സിദ്ധി, കഴിവ്, കറാമത്ത് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ പ്രവാചകന്മാര് മുഅ്ജിസത്ത് നൽകപ്പെടുന്നത് അവരുടെ വ്യക്തിപരമായ എന്തെങ്കിലും മികവ് കാണിക്കാൻ വേണ്ടിയല്ല. അവർക്ക് അള്ളാഹു അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദൗത്യം നിർവഹിക്കുന്നതിനുള്ള സാക്ഷ്യങ്ങളായിട്ടാണ്, തെളിവുകളായിട്ടാണ് പ്രവാചകന്മാര് മുഅ്ജിസത്തുകൾ കാണിക്കാറുള്ളത്. അതുപോലെ ഔലിയാക്കന്മാരില്ല എന്നല്ല. അള്ളാഹുവിനോട് അടുപ്പം കാണിച്ച, അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിക്കുന്നതില് വലിയ അളവോളം മുന്നോട്ട് പോയ ധാരാളം ആളുകളുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ അഭൗമമായ, അസാധാരണമായ പല സഹായങ്ങളും ഇടപെടലുകളും പലപ്പോഴും ലഭിച്ചിട്ടും ഉണ്ടാകും. അവരുടെ ഇപ്പൊ മറിയം റളിയല്ലാഹു അൻഹയുടെ കാര്യത്തില് ഖുർആൻ പറഞ്ഞത് നമ്മൾ വായിച്ചതാണ്. മിഹ്റാബില് സക്കരിയ അലൈഹിസ്ലാം കയറി ചെന്നപ്പോഴൊക്കെ മറിയമ്മിന് വേണ്ട വിഭവങ്ങൾ അവിടെ കാണപ്പെട്ടു. അദ്ദേഹം ചോദിക്കും, ഇത് എങ്ങനെയാണ് മറിയമ്മേ നിനക്ക് ഇത് കിട്ടിയത്? മറിയം പറയുന്നത് ഹിയ മിൻ ഇൻദില്ലാ എന്നാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു അഭൗമമായ, അസാധാരണമായ വിധത്തില് മറിയം റളിയല്ലാഹു അൻഹാക്ക് വേണ്ട വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നത് ആ ആയത്തുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെതായ ചില രീതികൾ അതിന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഇതേപോലെ വലിയ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും ഏറെ അടുപ്പം നേടാൻ സാധിച്ച സുഹൃതവാന്മാരായ ആളുകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട്, അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്ന, മനോരോഗമുണ്ടായിരുന്ന ആളുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അള്ളാഹുവിനോട് വല്ല തഖറുബ് നേടാൻ സാധിച്ച മഹത്തുക്കളായ ആളുകൾ, അവർക്ക് ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന വിധത്തിലുള്ള പല ഇടപെടലുകളും സഹായങ്ങളും ഒക്കെ അള്ളാഹു നൽകാറുണ്ട്, നൽകിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ ഈ മഹത്തുക്കൾ ആരും തന്നെ അത് ജനങ്ങളോട് വെളിപ്പെടുത്തി പറഞ്ഞുകൊണ്ട് അതൊരു കച്ചവടമാക്കാറില്ല. അതിനൊരു കമേഴ്സ്യൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ കച്ചവടമാക്കി മാറ്റാറില്ല എന്നതാണ് വസ്തുത. അത് അവരുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടത്തില് അവരുടെ വിശ്വാസത്തിനുള്ള ഒരു റീകൺഫർമേഷൻ, അങ്ങനെയാണ് പ്രതിസന്ധികളിൽ അള്ളാഹു കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ചില അനുഭവങ്ങളൊക്കെ അള്ളാഹുവിനോട് അടുപ്പം കാണിക്കുന്നവർക്ക് അള്ളാഹു നൽകാറുണ്ട്. ഇത് ഏതോ എപ്പോഴോ ഉള്ള ഔലിയാക്കന്മാരുടെ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് നമുക്കൊക്കെ തന്നെ ഉണ്ടാകും. വ്യക്തിപരമായി നമ്മളിൽ ഓരോരുത്തർക്കും തന്നെ അള്ളാഹുവുമായിട്ട് അടുക്കുമ്പോൾ ചില അവിശ്വസനീയമായ കോയിൻസിഡൻസസ് ഒക്കെ കാണാം. നമ്മൾ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ വളരെ അവിചാരിതമായിട്ട് ചില ഇടപെടലുകൾ ഉണ്ടാകുന്നതും ദൈവിക സഹായം ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഇത് അള്ളാഹുവുമായി ഓരോരുത്തരും കാണിക്കുന്ന, രൂപപ്പെടുത്തിയെടുക്കുന്ന ആ തഖറുബിന്റെ ഫലമായിട്ട് അള്ളാഹു നൽകുന്ന ഒരു റീകൺഫർമേഷൻ ആണ്, ഒരു ആത്മവിശ്വാസം ശക്തിപ്പെടുത്തി തരലാണ്, നമ്മുടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിനെ ദൃഢപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ തരലാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊരിക്കലും തന്നെ സമൂഹത്തിന് കാണിക്കാനുള്ളതോ മറ്റുള്ളവരുടെ മുന്നിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് അതൊരു കച്ചവടമാക്കാനുള്ളതോ ഒന്നുമല്ല. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തും അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ ഔലിയാകൾക്ക് അള്ളാഹു നൽകിയിരുന്ന ഇത്തരം അസാധാരണത്വമുള്ള അനുഭവങ്ങൾ, ഇത് അവരുടെ മനോദാർഢ്യതയ്ക്ക് വേണ്ടി അവരേറ്റവും ഏറെ ചാഞ്ചല്യം നേരിട്ട ഘട്ടങ്ങളിൽ അള്ളാഹു നൽകുന്ന ചില ധൈര്യപ്പെടുത്തലുകളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്തരം സംഗതികൾ ഇസ്രാഉം മിഅ്റാജും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം ഏറ്റവും ഏറെ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ്, ആമുൽ ഹുസ്നിലാണ് അങ്ങനെ ഒരു അനുഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയുണ്ടായത്. അത് അദ്ദേഹത്തിനെ മനോദാർഢ്യമുള്ള ആളാക്കി മാറ്റല് ആണ്. അതോടൊപ്പം തന്നെ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ പൊസിഷൻ അംഗീകരിക്കുന്നവരുടെ പിന്തുണ അരക്കിട്ടുറപ്പിക്കലുമാണ്. അങ്ങനെയൊക്കെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ അത് ഒരു കച്ചവട ഏർപ്പാടാക്കി മാറ്റാൻ വേണ്ടി ആയിരുന്നില്ല. ദൂതന്മാരുടെ കാര്യത്തിൽ ഒരിക്കലും അല്ല. ഔലിയാകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല. അതല്ല. അപ്പൊ ഇവിടെ സാമിരി പറയുന്നത്, എനിക്ക് അസാധാരണത്വമുള്ള ചിലതൊക്കെ കാണാൻ പറ്റി, ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ലാത്ത എന്നാണ്. ഇയാള് ഒരു വലിയ നിഗൂഢത ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ പുകമറയിലാണ് ജനങ്ങളെ കൂടെ കൂട്ടുന്നതെന്ന് കാണാൻ കഴിയും. എല്ലാ ആത്മീയ കച്ചവടക്കാരുടെയും, അത് ഇസ്ലാമിക സമൂഹത്തില് തടിച്ചു കൊഴുത്ത ചില ആത്മീയ പ്രതിഭാസങ്ങളുണ്ട്. അവരുടെ കാര്യത്തിലായാലും ഇസ്ലാമിന് വെളിയിലുള്ള ഇത്തരം ആത്മീയതയുടെ ചില ആൾരൂപങ്ങളുണ്ട്. ദിവ്യന്മാരെന്നോ ആൾ ദൈവങ്ങൾ എന്നോ ഒക്കെ പറയുന്ന തരം ആളുകൾ. അത്തരം ആളുകളുടെ കാര്യത്തിലൊക്കെ ഈ ഒരു നിഗൂഢത, ആളുകൾക്ക് പരിശോധിച്ചറിയാൻ കഴിയാത്തൊരു സംഗതി, പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഗതി, അങ്ങനെ ഒരു കഴിവുണ്ട്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ആളുകളോട് പറയുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് പറയേണ്ട ഒരു കാര്യം പോലും അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾക്ക് ഉണ്ടാവില്ല. അവർക്ക് ആ അസാധാരണത്വമായ അനുഭവങ്ങൾ നൽകപ്പെടുന്നത് യഥാർത്ഥത്തില് അവരുടെ പ്രതിസന്ധികളിലുള്ള അവർക്കുള്ള ധൈര്യപ്പെടുത്തലായിക്കൊണ്ടുള്ള സഹായമായിട്ടാണ്. അത് ജനങ്ങളെ അറിയിക്കേണ്ടതോ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതോ ആയിട്ടില്ല. എന്നാൽ നമ്മൾ കാണുന്ന ആൾ ദൈവങ്ങളുടെ പരിപാടി ഈ നിഗൂഢത മുൻനിർത്തിക്കൊണ്ട്, പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, അസാധാരണത്വമുള്ള ചില സംഗതികളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞ് അത് കച്ചവടമാക്കി മാറ്റുന്ന, അതിലൂടെ കോടികൾ ജനറേറ്റ് ചെയ്തുകൊണ്ട് വലിയ സാമ്രാജ്യങ്ങളുടെ അധിപന്മാരായിട്ട് അവർ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യാജന്മാരാണ് എന്നതിൽ യാതൊരു സംശയവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോ ബസുർത്തു ബിമാലം യബസുറൂബി, ഇവിടെ സാമിരി പറയുന്നത്, ഞാൻ ചിലതൊക്കെ കാണാനിടയായി, മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചിലത് എന്ന് പറഞ്ഞാൽ ഈ വ്യാജമായ ആത്മീയതകള്, ബഹുദൈവത്വം, വിഗ്രഹാരാധന ഒക്കെ കടന്നു വരുന്നത് എങ്ങനെയാണ് എന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ വ്യാജ ദൈവങ്ങളും കള്ളദൈവങ്ങളും അതുപോലെ വിഗ്രഹാരാധനയൊക്കെ ഉണ്ടായി വരുന്നത് എന്നത്. സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ചിലതൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒരു നിഗൂഢതയിൽ അകപ്പെടുത്തിയിട്ട് അവർ ആ നിഗൂഢതയിൽ വിശ്വസിക്കുന്നവരാക്കി, ബാക്കി പിന്നെ എല്ലാം അവർ ചെയ്തോളും. ഈ നിഗൂഢതയിൽ വിശ്വസിക്കുന്നവരാക്കി അവരെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഈ ദിവ്യന്റെ ആൾ ദൈവത്തിന്റെ അടിമകളായിക്കൊണ്ട് അവര് പ്രവർത്തിച്ചു കൊള്ളും. അതാണ് സംഭവിക്കുക. അപ്പൊ ഇവിടെ സാമിരി ഇതിൽ വലിയൊരു സാധ്യത കണ്ടെത്തുന്നു. ഇത് ചരിത്രത്തില് ഒരു സമാനത ഇതിനോട് കാണാൻ പറ്റുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാവസാന ഘട്ടത്തില് അറേബ്യയിൽ പലയിടത്തായിട്ട് രംഗത്ത് വന്ന വ്യാജ പ്രവാചകന്മാരുടെ ഒരു സംഭവമുണ്ട്. മുസൈലിമ പോലെയുള്ള ചില കള്ളപ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആളുകളെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുപോയതെങ്കിൽ വ്യാജ പ്രവാചകന്മാര് അവരുടെ ചില ജാലവിദ്യകൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ കൂടെ കൂട്ടുകയായിരുന്നു. അത് കേവലം ജാലവിദ്യയാണ്, സിഹറാണ്, മാജിക്കാണ്, കൺകെട്ടാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വിധത്തിലുള്ള പല തോന്നിപ്പിക്കലും അവർക്ക് നൽകലാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ സ്വഭാവം.
ഇവിടെ സാമിരിയും പ്രാക്ടീസ് ചെയ്യുന്നത് അത് തന്നെയല്ലേ എന്നതൊന്ന് നോക്കുക. വലിയ സാധ്യതയുണ്ട്. മുഹമ്മദ് നബി മൂസ അലൈഹിസ്സലാം വലിയ മിറക്കിള് അള്ളാഹുവിന്റെ പിൻബലത്തോടു കൂടി ചെയ്തുകൊണ്ടാണ് ബനു ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ളത്. തറയില് വടിയിട്ടുകൊണ്ട് അതിനെ പാമ്പാക്കി, കൈ കക്ഷത്ത് വെച്ചെടുത്തപ്പോ വെട്ടിത്തിളങ്ങുന്ന സൂര്യ തേജസ്സുള്ള കയ്യായി മാറി. ഇപ്പോ കടല് പിളർത്തി അവരെ ചെങ്കടലിനക്കരെ എത്തിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പലതും കണ്ടപ്പോ മൂപ്പർ അതിൽ വലിയൊരു കച്ചവടം കാണുക. ഇതുപോലെ ചില വിക്രിയകളൊക്കെ ഒപ്പിച്ചാൽ ഈ ജനങ്ങളെ എന്റെ പാട്ടിലാക്കാൻ പറ്റുമല്ലോ എന്നൊരാലോചന. ബസുർത്തു ബിമാലം യബ്സുറൂബി, ഞാൻ ചിലതൊക്കെ കണ്ടു, ഇവരാരും കണ്ടിട്ടില്ലാത്ത ചിലത്. ഇതാണ് കക്ഷി പറയുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ മോഡലിൽ എനിക്ക് ചിലതൊക്കെ പറ്റുമല്ലോ, ഒരു കച്ചവടം എനിക്കും പൊടി പൊടിക്കാൻ അവസരം ഉണ്ടല്ലോ എന്നാണ് സാമിരി മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാല ബസുർത്തു ബിമാലം യബ്സുറൂബി. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? അപ്പൊ ജനങ്ങളെ കയ്യിലെടുക്കണമെങ്കിൽ ആദ്യം അതിന്റെ ചില അസറുകൾ എടുക്കണം. ഇപ്പൊ ജനങ്ങളെ വിസ്മയിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് മൂസ അലൈഹി ഇസ്ലാമാണ്. മൂസ അലൈഹി ഇസ്ലാം കാണിച്ച ചില ആയത്തുകളുടെ പിൻബലത്തിലാണ് ബനു ഇസ്രായേൽ സമൂഹം എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ പിന്നില് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോ സാമിരി ചെയ്യുന്നത് റസൂൽ, ദൂതന്റെ കാൽക്കീഴിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തു, അല്ലെങ്കിൽ ദൂതൻ കാണിച്ച വിദ്യകളിൽപ്പെട്ട ചിലതൊക്കെ ഞാൻ അങ്ങ് എടുത്തു. നമ്മളുടെ മലയാള ഭാഷയിലുണ്ട് അങ്ങനെ ഒരു ഒരു പ്രയോഗം. അപ്പൊ ദൂതന്റെ അസറിൽ നിന്ന്, ആസാർ എന്ന് പറഞ്ഞാല് ലെഗസി എന്നാണ് അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം, പൈതൃകം എന്നൊക്കെ. അപ്പൊ ദൂതൻ ഇവിടെ അവശേഷിപ്പിച്ചിട്ടുള്ള ചില പൈതൃകങ്ങള്, ചില ആസാറുകളുണ്ട്. ആ ആസാറുകളിൽ നിന്ന് ഞാനൊരു പിടുത്തങ്ങ് എടുത്തു. ഫനബത്തുഹ, എന്നിട്ട് ഞാൻ അതങ്ങ് എറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏതോ വിധത്തില് ഒരു നിഗൂഢത സൃഷ്ടിക്കുന്ന ഒരു കാര്യം ഒരു ആത്മീയ വ്യാപാരി എന്ന നിലക്ക് ഞാൻ ചെയ്തു. ചില സാധ്യതകളൊക്കെ ഞാൻ കണ്ടു, മറ്റുള്ളവരൊന്നും കണ്ടിട്ടില്ലാത്ത ചില സാധ്യതകൾ. എന്നിട്ട് ദൂതന്റെ കാൽപ്പാടുകളിൽ നിന്ന് ഒരു പിടി മണ്ണ് ഞാൻ അങ്ങ് എടുത്തു. ആളുകൾ ആദ്യം നമ്മളെ കൂടെ നിൽക്കണമെങ്കിൽ അത് വേണം, പിന്നീട് ദൂതനൊന്നും അവർക്ക് വേണ്ട, പിന്നീട് എന്നെ മതി. അങ്ങനെയാണല്ലോ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ മുസ്ലിം സമൂഹത്തിലും തഴച്ചു വളർന്നിട്ടുള്ള ആത്മീയ വ്യാപാരികളുടെയും ഏർപ്പാട്. അവർക്ക് ആദ്യം റസൂലിന്റെ ഖബറിന്റെ മഖബറയിൽ പോയിട്ട് അതിന്റെ മഖബറയുടെ മുകളില്, റസൂലിന്റെ റൗളയില് അതിന്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുള്ള പൊടിപടലം ഒന്ന് കൈകൊണ്ട് വേർപ്പ് ചേർത്ത് ഇങ്ങ് വടിച്ചെടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലാക്കി കൊണ്ടുവരണം. അത് വീണ്ടും വടിച്ചെടുത്തിട്ട് എന്നിട്ട് അതിലാണ് പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ആളുകളെ വിഡ്ഢികളാക്കുന്ന പല ആത്മീയ ആചാര്യന്മാരെയും നമ്മൾ കാണുന്നു. മദീനയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയില് എന്താണത്? എന്റെ മിമ്പറിനും എന്റെ റൗളക്കും ഇടയിലുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിന്റെ പോരിശ പറഞ്ഞുകൊണ്ട് ആളുകള് പിന്നെ ആ ഖബറിൽ പറ്റിപ്പിടിച്ച പൊടിപടലങ്ങൾ അത് വടിച്ചെടുത്ത കാര്യം, അതൊരു കുപ്പിയിലാക്കിയ കാര്യം, അതൊരു തൊട്ടിയിൽ വെള്ളമൊഴിച്ച് അതിൽ കലക്കിയ കാര്യം ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ദിവ്യത്വം എവിടെയാണ്? റസൂലിനല്ല, റസൂല് പറഞ്ഞ കാര്യങ്ങളിലല്ല, പിന്നെ ഈ വെള്ളത്തിലാണ്. ഈ വിധത്തില് ഖബൽത്തു ഖബലത്തൻ മിൻ അസരി റസൂൽ, ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്ന ഒരു വലിയൊരു സംഗതിയുണ്ട്, അതിൽ നിന്ന് ഞാനൊരു പിടിച്ചു. എന്നിട്ട് അതിന്റെ ഒരു മിറക്കിള് ഞാനിവിടെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ജനങ്ങൾ ആടുന്നതും തുള്ളുന്നതും ഒക്കെ ഞാൻ പറയുന്ന പോലെയാണല്ലോ, പിന്നെ അങ്ങനെയാണല്ലോ അത് മാറുക. ഇതാണ്. അപ്പൊ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ശിർക്ക് കടന്നു വരുന്നത്, വിഗ്രഹാരാധന കടന്നു വരുന്നത്, ആൾദൈവ പൂജ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നതൊക്കെ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ സാമിരിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമിരി നൽകിയ വിശദീകരണം ഇതാണ്: ഞാന് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ചിലതൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നിഗൂഢതയായി. മറ്റുള്ളവർക്കൊന്നും അറിയാനും കാണാനും അവസരം കിട്ടിയിട്ടില്ലാത്ത ചില സംഗതികളൊക്കെ കണ്ടു.
ശരിയായിരിക്കും. ഒരു കച്ചവട സാധ്യത അയാൾ കണ്ടു അവിടെ. മറ്റുള്ളവരൊന്നും അങ്ങനെ ഒരു കച്ചവട സാധ്യത അയാൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു നിഗൂഢത സൃഷ്ടിച്ചുകൊണ്ടാണ് ജനങ്ങളെ അയാള് പാട്ടിലാക്കുന്നത്. എന്നിട്ട് ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ. അതെന്തിനാണ് ഈ ഖബലത്ത്? ഒരു പിടി റസൂലിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ അത് വേണല്ലോ. നബിയുടെ ഖബറിന്റെ മുകളിൽ പറ്റിപ്പിടിച്ച പൊടി ഒന്ന് പഠിച്ചു കൂട്ടി ഇങ്ങ് എടുത്താലേ അത് വെച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു കച്ചവടം പൊടി പൊടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ ജിബ്രീലിന്റെ കാൽക്കീഴിൽ നിന്ന് ഞാൻ ഒരു പിടി മണ്ണെടുത്തു. ആ മണ്ണിന് പുണ്യമുണ്ട്. പിന്നെ ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് കിട്ടിയ ആള്, കൊണ്ടു നടക്കുന്ന ആള്, സൂക്ഷിച്ച് വെക്കുന്ന ആള്, ഇവർക്കൊക്കെയാണ് പിന്നീടുള്ള വലിയ മഹത്വങ്ങളൊക്കെ. എന്നിട്ട് അത് അതിഭീകരമായ കച്ചവടമായിട്ട് പൊടി പൊടിക്കുക. അപ്പോ ഞാന് റസൂലിന്റെ കാൽക്കീഴിൽ നിന്ന് ഒരു പിടി അങ്ങ് എടുത്തു. ഫനബത്തുഹ, എന്നിട്ട് ഞാൻ അതിനെ ഇട്ടു, അതിനെ എറിഞ്ഞു, അതിനെ ഇട്ടു എന്നൊക്കെ പറയാം. എവിടെ എറിഞ്ഞു, എവിടെ ഇട്ടു എന്നതൊക്കെ നമുക്ക് ഇതില് വിശദീകരണം ആവശ്യമുള്ള സംഗതിയാണ്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ മുന്നിൽ ദിനേന അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല നാടകങ്ങളെയും കാണാൻ കഴിയുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്കിതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പിടി ഞാനങ്ങ് കൊണ്ടുവന്നിട്ട് അതിനങ്ങ് ഇട്ടു. പിന്നെ അത് ഇട്ട ഇടവും അത് വീണ കിണറും ആ കിണറുള്ള നാടും അതിന്റെ ചുറ്റുപാടും ഒക്കെ ബർക്കത്തുള്ള സ്ഥലങ്ങളാണല്ലോ. പിന്നെ അവിടെ കാല് കുത്തിയ പോലും ഓരോരുത്തർക്ക് ബർക്കത്ത് കിട്ടും. അള്ളാഹുല് വിശ്വാസമൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു യൂട്യൂബർ ഇങ്ങനെ ആൾ ദൈവത്തിന്റെ ഒരു പള്ളിയായി ഘോഷിക്കപ്പെടുന്ന ഒരിടത്ത് പോയിട്ട് ബർക്കത്ത് എടുക്കുകയാണ്. അയാൾ മുസ്ലിം അല്ല, ഇസ്ലാം എന്താണെന്ന് പോലും അയാൾക്ക് അറിയില്ല. അയാൾ അവിടെ ചെന്നിട്ട് അയാളുടെ യൂട്യൂബ് വ്യവസായം വിജയിക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് പുണ്യം നേടി ബർക്കത്ത് കിട്ടി പോയിട്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത യൂട്യൂബ് പ്രോഗ്രാമുകളൊക്കെ വമ്പൻ വ്യൂസ് ആണ്. അതോടുകൂടി അതൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങി, അയാൾക്ക് വരുമാനം ഉണ്ടാകാൻ തുടങ്ങി. ഗൾഫിലേക്ക് തിരിച്ചു പോകാനുണ്ടായിരുന്ന വിസ ക്യാൻസൽ ചെയ്ത് അയാൾ നാട്ടിൽ തന്നെ യൂട്യൂബ് ഏർപ്പാടുമായിട്ട് കഴിയാൻ തുടങ്ങി, വീഡിയോ അപ്ലോഡ് ചെയ്തു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ഭാര്യനെയും കുട്ടിനെയും കൂട്ടിയിട്ട് ആ ബർക്കത്ത് കിട്ടുന്ന പള്ളിയിലേക്ക് വരികയാണ്. അവിടെ അവർക്ക് ഒരു ദക്ഷിണ നൽകാനൊക്കെ ആയിട്ട്. അപ്പൊ ഇതിൽ അള്ളാഹ് എവിടെ? അള്ളാഹുലുള്ള വിശ്വാസം എവിടെ? തൗഹീദ് എവിടെ? ഒന്നുമില്ല. ഇങ്ങനെ ഒരു മിസ്റ്റിക്കലായ രീതിയിൽ ആളുകൾക്ക് നിഗൂഢമായ സഹായം കൊടുക്കാൻ വേണ്ടി വന്നതാണോ ദീന്? അതോ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാക്കി മാറ്റാനോ? അള്ളാഹുവിലോ പ്രപഞ്ചനാഥനിലോ ഒന്നും വിശ്വാസമുള്ള ഒരാളല്ല അയാള്. അയാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പള്ളിക്ക് ഭയങ്കര ബർക്കത്താണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങ് ഇവിടെ വന്ന് എന്നെ ചെയ്തപ്പോ എന്നെ ബർക്കത്ത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവിടെ. ഇതാണ് ആത്മീയ വ്യവസായം എന്ന് പറയുന്ന ഒരു ഏർപ്പാട്. അതിൽ അള്ളാഹ് ഇല്ല, റസൂലില്ല, അള്ളാഹുവിന്റെ കിതാബ് മുഖേന പഠിപ്പിക്കപ്പെട്ട റിസാലത്തില്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഉള്ളത് ഈ നിഗൂഢതയുടെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കപ്പെടുന്ന ആൾ ദൈവ ആത്മീയ വ്യവസായമാണ് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഞാനൊരു പിടി അങ്ങ് എടുത്തു, എന്നിട്ട് ഞാനത് അങ്ങ് എറിഞ്ഞു. ഇത് എറിയൽ എവിടെയാവാം? കിണറിലാവാം, കുളത്തിലാവാം, തീയിലാവാം. ഏത് കോണ്ടെക്സ്റ്റിൽ ആരാണോ ഈ ആത്മീയ കച്ചവടത്തിന് ഒരുങ്ങുന്നത് അയാൾ ഒരു പിടി എവിടുന്നെങ്കിലുമൊക്കെ എടുക്കും, കൊണ്ടുവന്നിട്ട് അങ്ങ് ഇടും. എന്നിട്ട് അത് വെച്ചുകൊണ്ട് കച്ചവടം പൊടി പൊടിക്കും. ആളുകൾ കോടിക്കണക്കിന് അയാളുടെ അനുയായികളായി മാറും. ദിനേന വന്നിട്ട് പണം അവിടെ കുമിഞ്ഞു കൂടും. എന്തൊക്കെ സാമ്രാജ്യങ്ങൾ അവിടെ പടുത്തുയർത്തപ്പെടും അതിന്റെ മറ പറ്റിക്കൊണ്ട് എന്നത് നമുക്ക് പിന്നീട് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ ഞാൻ അങ്ങനെ ചെയ്തു എന്നാണ് സാമരി പറയുന്നത്. എന്നിട്ട് അയാൾ ഒരു വിശദീകരണം കൂടി നൽകുന്നത് കദാലിക സബ്ബലത്തിൽ ഈ നഫ്സി, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത്. സവ്വലത്തിൽ ഈ നഫ്സി, എന്റെ മനസ്സ് എനിക്ക് ആകർഷകമാക്കി കാണിച്ചു തന്നത് ഇങ്ങനെ ചെയ്യാനാണ് എന്നാണ്. അപ്പോൾ സാമിരി ചെയ്ത കാര്യം ഇതാണ്. എത്രയെത്ര സാമിരികള് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒക്കെ ഇസ്ലാമിക സമൂഹത്തില് ഇതുപോലെ ആത്മീയ വ്യാപാരം നടത്തി ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് ചതിച്ച് ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോയി വിഡ്ഢികളാക്കിയിട്ടുണ്ട് എന്നത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഈ നിഗൂഢത
സാമിരിയുടെ വിശദീകരണത്തിൽ അള്ളാഹു നിലനിർത്തുന്നതിന് തന്നെ ഒരു വലിയ കാരണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാരണം ആ നിഗൂഢതയായി നിൽക്കുമ്പോഴേ ഇത്തരം ആത്മീയ വ്യാപാരികൾക്ക് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. പ്രവാചകന്മാര് മുന്നോട്ട് വെക്കുന്ന ആയാത്തുകള് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള സംഗതിയല്ല. അവര് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഇതൊന്നും എന്റെ സിദ്ധിയല്ല, എന്റെ നേട്ടമല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ ദൂതനാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആയത്തായിട്ടാണ് കാണിക്കപ്പെട്ടതെങ്കിൽ ഇവരൊക്കെ തന്നെ ഇതിൽ അഭിരമിക്കുകയാണ്. ഈ ആൾ ദൈവങ്ങൾ അവർക്ക് കിട്ടിയ ബർക്കത്തിന്റെ സാധ്യതയുടെ പേരില് അവര് സ്വയം ജനങ്ങളെക്കാൾ ഘാതങ്ങൾ ഉയർന്നു നിൽക്കുന്ന വലിയ കിലോമീറ്ററുകളോളം ജനങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നവരായിട്ട് സ്വയം മാറാൻ വേണ്ടിയുള്ള ഉപാധികളായിട്ടാണ് ഈ ആത്മീയ വ്യാപാരികള് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. സാമിരി ഇതിന് ഏറ്റവും വലിയൊരു ക്ലാസിക് മോഡലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ക്ലാസിക്കായ ഒരു മോഡലാണ് ഈ കാര്യത്തിൽ, ഈ ആത്മീയ വ്യാപാര രംഗത്ത് ഖുർആൻ വരച്ചു കാണിക്കുന്ന സാമിരിയുടെ ഈ ചിത്രം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അല്ലാഹു അഅലം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.